അരി ഉണ്ടാക്കുന്ന പാടം. നെല്ല് ഇവിടെയാണ് ചെയ്യുന്നത്. നെല്ല് ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം അത് ബോയിൽ ചെയ്തിട്ടാണ് അരി ഉണ്ടാക്കുന്നത്. ഇതാണ് നെല്ല് കേട്ടോ. നെല്ല് കൊയ്തിട്ട് ആൾക്കാർ കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ് നെല്ല്. ഇത് എന്നിട്ട് അരിയാക്കുന്നു. നെല്ലത് തല്ലിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മണി വരുന്നത്. ഇതാണ് നെല്ല്. ഇത് എത്ര ദിവസമായി ഇത് കൊയ്ത് വെച്ചിട്ട്? എത്ര ദിവസമായി ഇത് നെല്ല്? എത്ര കട്ട് പണി വെച്ച്? എത്ര 8 days-ஆ? 8 days வச்சுட்டு இந்த மாதிரி பண்ணி அரிசி எடுக்குது. சரி சரி, ஓகே ஓகே. இதெல்லாம் நெல்லெல்லாம் என்ன பண்ணுது? அனுப்பிடுதா? வண்டியில் எடுத்துட்டு போதா? കേരളമല്ല ഇത്, നാട്ടിലുള്ള സ്ഥലമാണ്. നാട്ടിൽ നെല്ല് കൊയ്തിട്ട് തന്നെ കൊയ്യുന്ന സ്ഥലം പാടാണ്. ഇതിൽ ഇത് പാടം കൊയ്തിട്ട് അതിൻ്റെ നെല്ലാണത്. ഇതാ നെല്ല്. ഈ നെല്ല് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ റെഡ് റൈസ് വരും. ബോയിൽ ചെയ്യാതെ എടുക്കുമ്പോൾ പച്ചരി വരും. അതാണ് നെല്ലൊത്ത് കരി. ഇതാണ് കൊയ്ത് വയ്ക്കുന്നത്. പാടത്തുനിന്ന് കട്ട് ചെയ്ത് ഇവിടെ വയ്ക്കും. വെച്ചതിന് ശേഷം ആൾക്കാരെ വെച്ചിട്ട് ഇതുപോലെ തല്ലിയിട്ട് നെല്ലിമണി താഴെ വീഴും. നിങ്ങളാണത്? ഈ ചേച്ചിയുടെ കൃഷിയാണത്. ഇവർ കൂലി കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമോ? നെല്ല് എത്ര വിൽക്കും ഒരു പറ? തൂക്കം എന്താ വില? നാട്ടിൽ പോർക്കുളം എന്ന സ്ഥലത്താണ് അതുള്ളത്. ചിറവരമ്പത്തുകാവ് അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് വരും.